കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരും കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത് ഭഗവാൻ എന്നറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വെച്ച് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെയും കണ്ട് തൊഴാം. അതിനുശേഷം അങ്ങനെ വന്ന് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കെടാവിളക്കും കാണാം. വലതുവശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായ കാര്യങ്ങളാണ് കാണാനുള്ളത്. നിറയെ പ്രകാശമുണ്ട്. അതുമാത്രമല്ല, ഇന്നത്തെ കളഭാലങ്കാരത്തിന് തന്നെ നല്ല പ്രത്യേകത ഉണ്ട്. ആദ്യം തന്നെ ഇന്ന് അമ്മയും മകനും കൂടിയാണ് കാണുന്നത്. അപ്പോൾ യശോദാമ്മയാണ്. യശോദാമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ പച്ച പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുവന്ന ജാക്കറ്റും നല്ല രസമായിട്ടുള്ള ഒരു സുന്ദരിയായ യശോദാമ്മ. കണ്ണൊക്കെ എഴുതി പൊട്ട് തൊട്ട് ഇങ്ങനെ കാതിലൊക്കെ ജംക്കിയൊക്കെ ഇട്ടിട്ടുള്ള ആ അമ്മയാണ്. അതിൻ്റെ മടിയിലേക്ക് നോക്കിയാലോ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ 2 കാലും ഇങ്ങനെ തൂക്കിയിട്ടിട്ട് മടിയിലിരുന്ന് നമ്മുടെ മുഖത്തേക്ക് നോക്കുക. അപ്പോൾ എന്താ വെച്ചാൽ വലത്തെ കൈ ആ മാറത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇടത്തെ കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ടുണ്ട്. എന്ത് രസമാണെന്നറിയോ കാണാൻ. ആ അമ്മയും മകനും ഇങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ മുഖത്ത് ഒക്കെ ആ നിഷ്കളങ്കയാണ്. ചെറിയ കുട്ടിയാണേ, നന്നായിട്ട് അലങ്കരിച്ചിട്ടുമുണ്ട്. അങ്ങനെ നോക്കി വരുമ്പോൾ മുഖത്ത് മാറത്തൊരു മാങ്ങാമാല കാണാനുണ്ട്. അതേപോലെ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, കൈവളകളും തോൾവളകളൊക്കെ കാണാനുണ്ട്. അതേപോലെ തന്നെ തിരുനെറ്റിയിൽ ഗോപി ഇതിലകം ചാർത്തിയിട്ടുണ്ട്. അതേപോലെ പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. നന്നായിട്ട് അലങ്കരിച്ചിട്ട് തന്നെയാണ്. പീലിയൊക്കെ തിരുമുടിയൊക്കെ ഉണ്ട്. 2 തിരുമുടിമാല ഉണ്ട്. വെളുത്ത പൂവിൻ്റെയും തെച്ചിയും കൂടി ഉള്ളതും തെച്ചിയും തുളസിയും കൂടി ഉള്ളതായിട്ട്. അതേപോലെ 2 ഉണ്ടമാലകളും. ഉണ്ടമാല ഇതേപോലെ തന്നെ തെച്ചിയും തുളസിയും കൂടിയും വെളുത്ത പൂവും കൂടിയിട്ട്. പിന്നെ മുകളിൽ വിധാനമായിട്ട് 3-4 തുളസി മാലകളുണ്ട്. ഒരു താമരമാലയുണ്ട്. ആകെ ആ ചതുർബാഹുവായ വിഗ്രഹം നിറച്ചുകൊണ്ട് ഇത് കാണാൻ നല്ല രസമാട്ടോ. എന്ത് സുന്ദരനായിട്ടായിരിക്കണമെന്നറിയോ. അപ്പോൾ എല്ലാവരും ആ അമ്മയും മകനെയും യശോദാമ്മയും ഉണ്ണിക്കണ്ണനെയും നോക്കി നമ്മളിപ്പോൾ ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് മനസ്സ് തുറന്ന് കാണുകയാണ് അമ്മയും മകനെയും. അപ്പോൾ നന്നായിട്ട് കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സർവാഭീഷ്ടങ്ങളും സാധിച്ചു തരുന്നതാണ്. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും നമ്മളിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ അവിടുന്ന് തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ആലിലക്കണ്ണനെയും കണ്ട് തൊഴുത് നേരെ സപ്തമാതാക്കളെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശനെ കാണാം. ഗണേശൻ്റെ അവിടെ നിന്ന് കൊമ്പ് തുമ്പിക്കൈയൊക്കെ ആയിട്ട് നന്നായിട്ട് അലങ്കാരമായിട്ടുണ്ട്. മുഖത്തൊക്കെ ചാർത്തുണ്ട്, ധാരാളം ഉണ്ട്. അതേപോലെ ഒരു മയിൽപ്പീലിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് മയിൽപ്പീലിയൊക്കെ ഉണ്ട്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അതിനുശേഷം ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കാണാം. പിന്നീട് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ആ ഒതിക്കിൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതിനുശേഷം വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ ആനന്ദശായിയായ അനന്തപത്മനാഭനെ കാണാം. അവിടെയും കുറച്ചൊക്കെ മാലകളുണ്ട്. അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകു വശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. ഭീഷ്മരുടെ ശരശയ്യൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ അടുത്ത് ഉള്ള ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ഭാർഗവരാമനും ബലരാമനും ശ്രീകൃഷ്ണനെയും ഒക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമിയെ കാണാം. അവിടെ ധാരാളം മാലകളുണ്ട്, കുറച്ച് കുങ്കുമമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം.
ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേ. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരവും താഴേക്ക് നോക്കിയാൽ മണിക്കിണറും ഭഗവാന്റെ നൃത്താറയും കെടാവൾക്കൊക്കെ കാണാം. പിന്നീട് കുറൂരമ്മയും നാരദരെയും വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തും വാങ്ങിയിട്ട് എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് അങ്ങനെ പോവാം. അങ്ങനെ അമ്മയുടെ അടുത്ത് എത്തുമ്പോൾ അമ്മ നല്ല രസമായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. മുഖത്തൊക്കെ കളഭം ചാർത്തിയിട്ടുണ്ട്. നന്നായിട്ടുള്ള അലങ്കാരമായിട്ടാണ്. പൊട്ടൊക്കെ വെച്ച് സുന്ദരിയായിട്ട് തന്നെയാണ് കേട്ടോ. ധാരാളം മാലകളുണ്ട്, കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് അങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. പിന്നീട് നമ്മൾ നേരെ ഭഗവാന്റെ ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ അമ്മയും മകനും യശോദാമ്മയും ഉണ്ണിക്കണ്ണനെയും കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അങ്ങനെ ആ കൂത്തമ്പലത്തിൽ വന്ന കെടാവിളക്ക് കണ്ട് തൊഴാം. അതേപോലെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തയേ സ്തുഭ്യം നമോ നമഃ. വീണ്ടും അവിടുന്ന് അങ്ങനെ പ്രദക്ഷിണം ചെയ്ത് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നേരെ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നാരായണാലയത്തിൽ വന്ന പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന മുരളീധര വിഗ്രഹം കണ്ട് തൊഴാം. പിന്നീട് ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴുത് തെക്കേ നടയിലേക്ക് എത്തിയാൽ ആ കൂവളത്തെ കാണാം. കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീ ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.